ഐക്യൂടെ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് ഐക്യു Z9X. അതുപോലെ തന്നെ റിയൽമിയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി P1 5G. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9X 5Gയും അതുപോലെ തന്നെ റിയൽമി P1 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു Z9Xൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി P1ൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് ഐക്യുവിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ റിയൽമിയിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റിയൽമി P1ൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി പഞ്ചി ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള ബ്ലാക്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഐക്യുവിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. എന്നാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ റിയൽമിയിലാണ് വരുന്നത് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് റിയൽമിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1ലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നത് എന്നൊക്കെ പറയാവുന്നതാണ്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഐക്യുവിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിയൽമിയിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഐക്യുയുടെ വെയിറ്റ് വരുന്നത് 199 ഗ്രാമാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമിക്കാണ്. അതുപോലെ തന്നെ തിക്നെസ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യുയുടെ തിക്നെസ് വരുന്നത് 7.99 mm ആണ്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഐക്യുവിൽ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് ഐക്യുവിൽ വരുന്നുണ്ട്. വെള്ളമായാലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഐക്യുവിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ ഐക്യുവിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐക്യുവിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. റിയൽമിയിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറുകളാണ് ഈ പ്രോസസ്സറുകൾ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ ഐക്യു സെലക്ട് ചെയ്യാം. അല്ല MediaTekന്റെ പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ രണ്ടും മികച്ച പ്രോസസ്സറുകൾ തന്നെയാണ്. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണുകളാണ് ഈ രണ്ട് ഫോണുകളും. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐക്യുവിൽ 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. റിയൽമിയിൽ 9 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. ഐക്യുയുടെ ബേസ് വേരിയന്റിൽ 4 GB റാമും 128 GB ഇന്റേണലും ആണ് വരുന്നത്. എന്നാൽ റിയൽമിയുടെ ബേസ് വേരിയന്റിൽ തന്നെ 6 GB റാമും 128 GB ഇന്റേണലും വരുന്നുണ്ട്. പിന്നെ ഐക്യുവിലും 6 GB റാം 128 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഐക്യുവിൽ 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ റിയൽമിയിൽ ഇങ്ങനെ ഒരു വെർഷൻ വരുന്നില്ല. പകരം 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വെർഷൻ ആണെങ്കിൽ ഐക്യുവിലും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐക്യുവിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. എന്നാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽമിയിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിയൽമിയിൽ റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫോണിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ ഐക്യുവിൽ ഈ ഒരു ഫീച്ചർ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ ഐക്യുവിൽ ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്നുള്ളതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് റിയൽമി സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 2 MP ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്.
ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഐക്യൂല് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയൽമിയിലാണെങ്കിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ ഇമേജസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ റിയൽമി എടുക്കാം. അല്ല നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സുമായിട്ട് വരുന്ന ഫോട്ടോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഐക്യൂം സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഐക്യൂല് 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. ഇപ്പോൾ ക്യാമറയുടെ കാര്യം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സാച്ചുറേഷൻ കൂടിയ ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാം. നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഐക്യൂ നോക്കാവുന്നതാണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂല് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. റിയൽമിയിൽ 5000 mAh ബാറ്ററി വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഐക്യൂല് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഐക്യൂക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഐക്യൂല് 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. റിയൽമിയിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യൂ ആയിരിക്കും. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഫോണുകളിലും കോമൺ ആയിട്ടുള്ള വെർഷൻ എന്ന് പറയുന്നത് 6GB RAM 128GB ഇന്റേണൽ വെർഷനാണ്. ഈ ഒരു വെർഷന്റെ റിയൽമിയുടെ വില വരുന്നത് 15999 രൂപയാണ്. ഐക്യൂടെ ഈ വെർഷന്റെ വില വരുന്നത് 14499 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ് ഐക്യൂക്കാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഐക്യൂന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല ഐക്യൂല് ബേസ് വേരിയന്റിൽ നമുക്ക് 4GB RAM 128GB ഇന്റേണലാണ് ലഭിക്കുന്നത്. ആ ഒരു വെർഷൻ നമുക്ക് 12999 രൂപയ്ക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഐക്യൂല് നമുക്ക് ഒരു 8GB RAM 128GB ഇന്റേണൽ വെർഷൻ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 15999 രൂപയാണ്. പിന്നെ റിയൽമിയിൽ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 18999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ ഐക്യൂനാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂല് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP64 റേറ്റിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ ഒരു പ്രോസസ്സർ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഇപ്പോൾ റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെ ഇതിലും വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സെൽഫി ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസിന്റെ കൂടെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൂടി വേണം എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ ഒരു പ്രോസസ്സർ തന്നെ വേണം എന്നുണ്ടെങ്കിലൊക്കെ ഐക്യൂ Z9X 5G എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മികച്ച പെർഫോമൻസിന്റെ കൂടെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ റിയൽമി P1 സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.